ഹായ് ഗായ്സ്. ഹലോ പ്രേക്ഷകരെ, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയുമായിട്ട്. ഞങ്ങൾ അടിപൊളിയായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താണ് പരിപാടി? സ്കിറ്റ് ഒക്കെ കണ്ട് നമ്മള് റെഡി ആണോ? സെറ്റാണ് പരിപാടി. എന്താ നമുക്ക് ഈ ലുക്കൊക്കെ മൊത്തം മാറ്റിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു കഥ കണ്ടാലോ? വേണോ? നമുക്ക് ചിരിക്കണ്ടേ? ചിരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണോ? മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ക്ലൈമാക്സ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. എന്റെ ഒരു എൻട്രി ഉണ്ട്. എന്നാ ക്ലൈമാക്സ് ആദ്യം ഇടാൻ പറ്റും. സ്കിറ്റിന് അനൗൺസ്മെന്റ് ഉണ്ട് പണ്ടൊക്കെ അറിയുമ്പോ ഹോസ്പിറ്റൽ സ്കിറ്റിന് വളരെ രസകരമായ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പണ്ടൊക്കെ. അതുപോലെ ഒരു അനൗൺസ് ചെയ്യുന്നു, ഹോസ്പിറ്റൽ കിടക്കാത്തവരെ ആരുമില്ലല്ലോ, ഇതാ ഹോസ്പിറ്റൽ. പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാത്തവരെ പോലീസ് സ്റ്റേഷൻ. അല്ലല്ല, സ്ഥിരമായിട്ടേ നിങ്ങൾക്കുമുണ്ട് കുടുംബം ഞങ്ങൾക്കുമുണ്ട് കുടുംബം, ഇതാ ഒരു കുടുംബം എന്ന് അനൗൺസ് ചെയ്യണവരെ കൊണ്ട് ഒരു ദിവസം പോലീസ് സ്റ്റേഷന്റെ സ്കിറ്റ് അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്കുണ്ട് പോലീസ് സ്റ്റേഷൻ, ഇതാ ഒരു പോലീസ് സ്റ്റേഷൻ. എന്നാ പിന്നെ ഞാൻ പറയും, നിങ്ങൾക്കുമുണ്ട് ഹോസ്പിറ്റൽ ഞങ്ങൾക്കുമുണ്ട് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കയറാത്തവർ ആരുമല്ല നിങ്ങൾ. എങ്കിൽ ഞങ്ങൾ പോകുന്നു ഹോസ്പിറ്റൽ കഥയിലേക്ക്. കൊച്ചുമോനെ, നിനക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ വെച്ചത് ഇവിടെയാണെങ്കിലും നിലവിളി കേട്ടത് അവിടെയാണല്ലോ. എടാ ചെറുക്ക, നിന്നെ ഇവിടെ ട്രിപ്പിട്ട് എടുത്തില്ലേ ഞാൻ? സിസ്റ്ററെ, ഈ ട്രിപ്പ് വർക്കാവുന്നില്ല. കണ്ട തുള്ളി തുള്ളിയായിട്ടേ മരുന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴേ കൊറേ വരുന്നുണ്ട്. നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ ബ്രെഡ് കൊടുക്കാൻ പോയി. നിനക്കുള്ള ബ്രെഡ് മുട്ട ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ? ബ്രെഡ് അല്ല, ബ്ലഡ്. ബ്ലഡോ? കൊള്ളാം. നീ ഇവിടെ തലപൊട്ടി കിടന്നപ്പോ 2 കുപ്പി ബ്ലഡാ നിനക്ക് അടച്ചത്. സിസ്റ്ററെ, ബ്ലഡ് കൊടുക്കുന്നതാ ലാഭം. അതെന്താടാ? 1 കുപ്പി ബ്ലഡ് കൊടുത്താലേ ഒരു ഫ്രൂട്ടിയും 2 ബിസ്ക്കറ്റും കിട്ടും. അയ്യോ, എന്റെ ഫ്രൂട്ടിയും ബിസ്ക്കറ്റും കണ്ടിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അമ്മക്ക് ഇത്ര സ്നേഹം ഇല്ല. അറിയോ? ഞാൻ ഉള്ളടത്ത് പോയി തെരഞ്ഞാലല്ല എന്നെ കാണൂ. അവിടെ എങ്ങനെ കേറിയിരിക്കും. അല്ല, എവന്റെ തല എങ്ങനെയാ പൊട്ടിയത്? അതൊന്ന് ഡിങ്കൻ ഡൈവ് ചെയ്തതാ. ഡിങ്കൻ ഡൈവ് ചെയ്താ എവന്റെ തല എങ്ങനെയാ പൊട്ടുന്നേ? അല്ല മോളെ, ഈ വെള്ളം അടിച്ച് വണ്ടൊക്കെ ഓടിക്കത്തില്ലേ, അതിന് ഇംഗ്ലീഷിൽ എന്താന്നൊരു പേര് പറയാലോ. അമ്മച്ചി, ഡ്രങ്കൻ ഡ്രൈവ്. ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്. നിങ്ങളെ ചിങ്കാരി മേളം. ഇങ്ങനെയാണോ എന്റെ തല പൊട്ടിയത്? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നീ എന്തിനാ തലയും കുത്തി വീണത്? കാലൂത്തി വീഴാൻ പറ്റാത്തോണ്ട്. മക്കളെ വാ തുറക്ക്. മോനെ വാ തുറക്ക്. ഇതെന്തുവാ, ഒരു ശരീരത്തിൽ 2 തലയോ? സിസ്റ്റർ, ഇത് കടിച്ചിട്ടും പൊട്ടില്ല. ഇത് ഏത് ടാബ്ലറ്റാ? ദൈവമേ, അത് കടിച്ചു പൊട്ടിക്കാൻ ഗുളികയല്ല, നിന്നെ പനി നോക്കുന്ന തെർമോമീറ്ററാ. ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സാധനം ഇത്രയല്ലേ ഉള്ളൂ. ദൈവമേ, നീ ഇതോടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവിടുത്തെ 2 പല്ലില്ലാത്തോണ്ട് എനിക്ക് നാണ്. നിങ്ങളുടെ മോനെ അനുസരണ എന്ന് പറഞ്ഞ സാധനമില്ല. എന്റെ പൊന്നു മോളെ, ഈ ചെറുക്കിന് വീട്ടിലൊന്നുമില്ല, എന്ത് ചെയ്യാനാ? ഓ, നീ ഇതോടെ ഡാൻസ് കളിക്കുന്നു? ഡാൻസ് അങ്ങനെയല്ല സിസ്റ്ററെ. Let's go. I am a disco dancer. I am a disco dancer. നാളെയിലെ പെണ്ണുമ്പിള്ള നിങ്ങൾക്ക് ഇവിടെ കിടന്നിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ഇതൊരു ആശുപത്രിയല്ലേ? അല്ല, ഡോക്ടർ മൂത്രത്തിന്റെ ടെസ്റ്റ് എഴുതി തന്നില്ലായിരുന്നോ? അതിനുള്ള മൂത്രം എന്തിയേ? 4 ബോട്ടിലുണ്ട്. 4 ബോട്ടൽ. ഒരു ടാങ്കർ ലോറി വിളിക്കാത്ത എന്ത്? ഒരാഴ്ച സമയം തരണം സിസ്റ്ററെ. ഈ ടെസ്റ്റ് എടുക്കാൻ ഇത്ര 4 കുപ്പി മൂത്രമൊന്നും വേണ്ട. ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്ക്, അവർക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് ടെസ്റ്റ് അയക്കാൻ വേണ്ടി നിങ്ങൾ ലാബിലോട്ട് പോവല്ലോ, ആ സമയത്ത് ഈ കുറിപ്പൊന്ന് അങ്ങനെ കാണിച്ചു തരണേ. അല്ല മോളെ, ഇതില് ICU എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അത് അമ്മച്ചി, ഞങ്ങളത് നേഴ്സുമാരുടെ ഒരു കോഡാണ് ഈ ICU എന്ന് പറഞ്ഞ. അതായത് ICU, ഇതിന് കമ്മീഷൻ ഉണ്ട്. ഓ, LTP. LTP? അതെന്തോ നീ LTP
LTP എന്ന് വെച്ചാ ലോക തേപ്പ് പെണ്ണുമ്പിള്ള. പിന്നെ ഹോസ്പിറ്റൽ ബില്ലും കൂടെ അടയ്ക്കാനുണ്ട്. അതെ, ഹോസ്പിറ്റലിന്റെ ബില്ല് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹോസ്പിറ്റലുകാർ അടയ്ക്കണം. അല്ലാണ്ട് ഞങ്ങൾ ഈ പാവങ്ങളോട് കണ്ട് എന്ത് കാര്യം? അയ്യോ, ഇവനിവിടെ മണ്ട് പൊട്ടി കിടന്നില്ലേ, അതിന്റെ ചെലവുള്ള ബില്ലാണ് ഈ ഹോസ്പിറ്റൽ ബില്ല്. ദാ. പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കണമായിരുന്നു. ആരേ മുരളി? ഇവന്റെ ശരിക്കുള്ള പേര് മുരളീന്നാ, വീട്ടിൽ വിളിക്കുന്ന പേര് കൊച്ചുമോൻ. ആ, എവന്റെ സ്വഭാവം കണ്ട എവന്റെ പേര് മുരളി എന്നല്ല ഇടേണ്ടത്. എവന്റെ പേരാണ് വിരളി. അതാ 15,000 രൂപയുടെ ബ്ലഡ് എടുത്തതിന്റെ ബില്ലാണ്. 2 കുപ്പി ബ്ലഡിന് 15,000 രൂപയോ? ഇതിലും ഭേദം ഡ്രാക്കുള തന്നെ. സോറി, എനിക്ക് മോളിലുള്ളവർ പറയുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റത്തു. മോള് ഏതവനെ ഈ തോന്നാസൊക്കെ ഇങ്ങോട്ട് വിളിച്ചറിയുന്നേ? ഇറങ്ങി വേണ. എന്തുവാ ബഹളം? എവിടം വരെ കേക്കാം? ഇത്ര പെട്ടെന്ന് മെളിന്ന് ആയാലും താഴെ ഇറങ്ങി വന്നോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നട്ടുച്ചയ്ക്കാ? അല്ല, രാവിലെ പറയാൻ വെച്ചതാ. അപ്പൊ ഇപ്പൊ പറയേണ്ടത് നാളെ രാവിലെ പറയാം. നിന്റെ പെർഫോമൻസ് പൊളിച്ച്. താങ്ക് യു. അമ്മ കലക്കി. ദാ, ഈ ഗുളിക കഴിക്ക്. അല്ല, ഞാൻ നേഴ്സല്ലേ, എനിക്ക് എന്തിനാ ഗുളിക? നിനക്ക് 2 ഗുളികയുണ്ട്. നീ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഞാനൊന്ന് റൗണ്ട്സിന് പോയപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എന്തോന്ന് കാണിച്ച് ഈ 3 എണ്ണവും കൂടെ ചേർന്നിട്ട് സ്കിറ്റ് കളിക്കുന്നു. അതും ആശുപത്രി സ്കിറ്റ്. ഞങ്ങളൊന്നും ചെയ്തില്ല. അതിലാരാ തുണി വിരിച്ചിട്ടേക്കുന്നേ? മാറ്റിയേ. എന്തൊക്കെ കാണുന്ന, എന്റെ കണ്ണൊന്ന് തട്ടിക്കഴിഞ്ഞ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു വെക്കുന്നേ? മാനസിക ആരോഗ്യ കേന്ദ്രം കണ്ടല്ല, മനസ്സിലായേ? അമ്മേ മോനെ സെല്ലിക്കർ. നീ നഴ്സിന്റെ എല്ലാം അഴിച്ചു വെച്ചത്, നീ സെല്ലിക്കർ അഴിക്കണോ? ഇങ്ങനെയുണ്ടോ പ്രാന്തന്മാര്? ഇതിനെയൊക്കെ ഷോക്ക് അടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞ്. ഒരു ഡോക്ടറായിപ്പോ എന്റെ ഒരു വിധിയെ. അടുത്തത് കറക്റ്റ് സ്ഥലത്തെത്തിയട്ടെ. ഡോക്ടർ. ഓ, ഡോക്ടറായിരുന്നു. ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നോ? അസുഖമായിട്ടിരിക്കുന്നു. മരുന്ന് കഴിച്ചായിരുന്നോ രാവിലത്തെ? ഡോക്ടർ ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചായിരുന്നോ? കഴിക്കാം. ഇതൊക്കെ എപ്പോ കഴിക്കും? പിന്നെ കഴിക്കാം. ഈ കോട്ട് ഊരിക്കോ കേട്ടോ. എന്നിട്ട് സ്റ്റെതസ്കോപ്പ് എന്റെ തന്നിട്ടേ മര്യാദക്ക് പോയി സെല്ലിക്കർ. സോറിയേ. അതെ ചേച്ചി, ആങ്കറിങ് കഴിയുമ്പോ അങ്ങോട്ട് വന്നേക്കണേ. ചേച്ചി ഇന്ന് ഷോക്ക് അടിപ്പിക്കാനുള്ളയാ. അതാ കൊച്ച് പറഞ്ഞത്. മോള് വാ. എന്റെ പിള്ളേരായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എല്ലാരും നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ. ഒരാളെ ഞാൻ പ്രസന്റ് ചെയ്തുതരാം. ഏതെങ്കിലും ഒരു സിനിമ നടിയെ പോലെ ഈ കുട്ടിയെ തോന്നുന്നുണ്ടോ? സിനിമയിലുണ്ടോ? ഈ കൊച്ചിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ സിനിമയിലുണ്ടെന്നാണ് ഞാൻ. അയ്യോ, ഈ പുള്ളിക്കാരിയാണോ കമ്മട്ടിപ്പാടത്തില്? പോലെയില്ലേ? മോഡലാണ്. നമ്മുടെ കുടുംബത്തിൽ പുതിയതായിട്ട് വന്ന അതിഥിയാണ്. നമ്മൾ എപ്പോഴും പോടുന്നോടെ കൈയടിച്ച് നമ്മൾ. പേരെങ്ങനെയായിരുന്നു? തീർത്ഥ. എവിടുന്നാ വരുന്നേ? പട്ടാമ്പി, പാലക്കാട്. പട്ടാമ്പി, പാലക്കാട്. അപ്പൊ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. യെസ്. ഇനി ശ്വേതജി, എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥയുടെ ഉൾപ്പെടെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? തീർത്ഥന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ തീർത്ഥ സൂപ്പർ എൻട്രി, സൂപ്പർ പെർഫോമൻസ്. നന്നായിട്ട് സത്യമായിട്ട്. ബിക്കോസ് ഇവരെല്ലാവർക്കും സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെ ഇവരെല്ലാരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം അതൊന്നല്ല. അവൻ എത്ര മൂത്രമൊഴിച്ചിട്ടുണ്ടടാ. ഇങ്ങനെ ആരെങ്കിലും മൂത്രമൊഴിക്കോടാ? മൂത്രല്ല അല്ലേ? ശരിക്കും അത് എന്റെ മൂത്രമല്ല, ആർട്ടിലെ മൂത്രം. സൂപ്പർ. അത് കറക്റ്റ് ആയിട്ട് എലിനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ട്രിബ്യൂട്ട് കൊടുത്തതിന്റെ ഭയങ്കര ഒരു നല്ലൊരു സ്കിറ്റായിരുന്നു. അതിന് വലിയൊരു കൈയടി. താങ്ക് യു മക്കളെ. ഇതുപോലെ എന്നും വന്ന് സ്കിറ്റുകൾ ചെയ്ത് എന്തെങ്കിലും എലീനയുടെ അസുഖം മാറുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവാർഡ് തരും. അയ്യോ, നന്നായിട്ട് പഠിച്ച ഒരു സ്കിറ്റ് നന്നായിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്തു. അതെ, അവര് പോയിരുന്നു ശരിക്കും, നമ്മള് തെറ്റിച്ചവരെ അറിഞ്ഞില്ല. സ്കിറ്റൊക്കെ അടിപൊളിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്കുള്ളൊരു തെറാപ്പി ആണെങ്കിലും പിള്ളേര് നിങ്ങൾക്കുള്ളൊരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് പണി? പണി ഈസ് നത്തിങ് ബട്ട് സം ബ്രെയിൻ സ്ട്രോമിംഗ് ക്വസ്റ്റ്യൻസ്. ഓ ശരി, ചാൾസ് ബാബേജ്.
തുടങ്ങിക്കോ. ആദ്യത്തെ ചോദ്യം ബാലാമണി തുടങ്ങിക്കോ. ശ്വാസകോശത്തിന് ഏകദേശം എത്ര കിലോഗ്രാം ഭാരമുണ്ട്? അത് അഖില തന്നെ പറയട്ടെ. സ്പോഞ്ച് പോലെ ശ്വാസകോശം ഇരിക്കുന്ന അഖില തന്നെ പറയട്ടെ. ഓപ്ഷൻ കൂടെ പറ മോളെ. 1.3 kg, 1.7 kg, 2 kg. 1.3 ആരൊക്കെ കൈ 1.3. 1.7 2 kg ആരുമില്ല. ശരി. ആൻഡ് കറക്റ്റ് ആൻസർ ഇസ് 1.3 kg. യെസ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അഖിൽ. രണ്ടുപേരും ചേച്ചിയും പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞത് അത് നീയല്ലേ? ഞാൻ എന്റെ ശ്വാസകോശത്തിന്റെ പറഞ്ഞു. ഞങ്ങൾ ഇത്തിരി വെയിറ്റ് കൂടിയാണ് ഞങ്ങൾ. അങ്ങ് എല്ലാവർക്കും ഒരേപോലെ അല്ലയോ? അല്ല ആന്നു തന്നെ. ആ ശ്വാസകോശം എല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ അല്ല ദിവം വെയിറ്റ് കുറച്ചോണ്ട് പറഞ്ഞല്ല. അത് ശരിയാട്ടോ. ഇല്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ പ്രേക്ഷകരെ. സാർ നെക്സ്റ്റ്. യെസ്. ഒരാൾക്ക് എത്ര പാൽപ്പല്ലുകളുണ്ട്? എന്നിട്ട് ചിരിച്ചു കാണിക്കേ. ഓപ്ഷൻസ് ആ 20, 25, ആ 23. 23. 20. 20. അഖിൽ ചേട്ടൻ കറക്റ്റ് ആൻസർ പറഞ്ഞു. 23. 20. 20. വീണ്ടും അഖിൽ ആൻഡ് നോബി ചേട്ടനും ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. 20 എന്നുള്ളത്. 20. കാര്യം പൊടിപ്പിള്ളേർക്ക് അണപ്പല്ല് വരില്ല. ആ അപ്പോഴും അണപ്പണ്ടും അണപ്പണ്ടോ? അപ്പൊ മിൽക്ക് ടൂത്തിന്റെ കാര്യം മനസ്സിലായല്ലോ. മിൽക്ക് ടൂത്ത് എന്ന് പറയുന്നത് 20 എണ്ണമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ദിവസേന പല്ല് തേക്കേണ്ട സമയം. ദിവസേന പല്ല് തേക്കേണ്ട സമയം രാത്രിയോ രാവിലെയോ? അതാണ് ചോദിക്കുന്നത്. നേരമല്ല, അതായത് രാവിലെ രാത്രി ഇത്ര ടൈംസ് എന്നുള്ളതല്ല. പക്ഷെ ദർ ഇസ് എ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 50 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്. 50 സെക്കൻഡ്. ആർക്ക് 50 സെക്കൻഡ്? ഞാനും അഖിലേട്ടൻ. ഞാൻ 2 മിനിറ്റ്. 2 മിനിറ്റ്. ബാക്കി 1 minute. 1 മിനിറ്റ്. ശരി. ശരിയായ ഉത്തരം 2 മിനിറ്റ്. 2 മിനിറ്റ്. അല്ലല്ല, അത് ഉമിക്കരി ഇട്ടത് പഴയ ലിസ്റ്റ്. ഇതെന്താ പറയാ, പഴയ ഫോർമാറ്റ് ഈ പരിപാടി. എന്നതാ? പഴയ പണ്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ. അന്ന് ബ്രഷ് പേസ്റ്റ് ഇല്ല, ഈ ഉമിക്കരി. ഒരു കാര്യം പറയട്ടെ, ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പൊ നമ്മൾ പറയട്ടെ, എവിടെയാണ് മഴ ഉണ്ടാവുക? മഴ ചിറാപ്പുഞ്ചി. ചേരാപുഞ്ചി അല്ലേ? റോങ് ആൻസർ ഇപ്പോ. ഇപ്പൊ wrong answer ആ. അതാണ്. അതുകൊണ്ട് ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ഉമിക്കിരിന്റെ സമയത്തുള്ള ഉത്തരം അല്ല, അല്ലാണ്ട് പറയാം. ഇങ്ങനെ 1 ഫ്രണ്ട് ലോബ്, ബാക്ക് എന്ത് ചെയ്താലും ആക്ച്വലി 50 to 1 minute is the right one. But there's one more thing. അത് കറക്റ്റ് ആണ് ശ്വേചേച്ചി പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാണ്. അതായത് ബ്രഷ് എന്നുള്ള സംഭവത്തിന്റെ കോൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പൊ വാട്ടറിന്റെ സാധനമാണ് വരുന്നത്. വാട്ടർ. അപ്പൊ 2 ടൈം, ഒന്ന് വാട്ടർ ബ്രഷ്, പിന്നെ വാട്ടർ ബ്രഷ്. അതെ. രണ്ടും ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് രണ്ടും 1 minute ഉള്ളിൽ തീർക്കണം. ഓക്കെ. എന്താണെങ്കിലും ഒന്ന് പല്ല് തേച്ചാ മതി. ഞാനൊരു കാര്യം പറയട്ടെ, പല്ല് തേക്കാന്നുള്ളത് തന്നെ ഒരു അന്ധവിശ്വാസമാണ്. ആദിമ മനുഷ്യന്മാരൊക്കെ പല്ല് വെച്ചിട്ടാണോ ഇവിടം വരെ എത്തിയത്? എവിടെ വരെ? അവർക്ക് എത്തിയില്ല. പറഞ്ഞിട്ട് താഴെ നിൽക്കണം. ശരി, വാ അടുത്ത. നെക്സ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്ന പഞ്ചസാരയുടെ അളവ് 20 ഗ്രാം, 50 ഗ്രാം, 100 ഗ്രാം. 100 ഗ്രാം. എനിക്ക് തോന്നുന്നു 20 ഗ്രാം. 20 ഗ്രാം ആയിരിക്കും. 20 grams. ആരൊക്കെ 20 ഗ്രാം എന്ന് പറയുന്നത്? 20. 100 ഗ്രാം, 100 ഗ്രാം. 50 ഗ്രാം ആരും പറയുന്നില്ല. നോവിച്ചേട്ടൻ വേണം. നോവിചേട്ടൻ എന്താ? നോവിചേട്ടൻ ഞാൻ പഞ്ചസാര കൂട്ടില്ല. അപ്പൊ നോവിചേട്ടനെ വിട്ടേക്ക്. നോവിചേട്ടന്റെ കയ്യിൽ ഗ്രാമേ ഇല്ല. ആൻസർ 50 ഗ്രാം. ഞാൻ അടുക്കത്തെ ഉത്തരാണ് സെലക്ട് ചെയ്യണത്. അല്ലല്ല. ആദ്യത്തെ ഉത്തരം സെലക്ട് ചെയ്തപ്പോ എനിക്ക് ലോ ഷുഗർ ആണ്. ഞാൻ ഇത്തിരി മധുരം കൂടുതലായിരിക്കും. അവിടെ 100 ഗ്രാം. ഇനി തിരിച്ച് നമുക്ക് ചോദ്യങ്ങളുണ്ടോ ചോദിക്കാൻ? ഓക്കെ, ഗോൾഡിന്റെ കെമിസ്ട്രി ഫോർമുല എന്താണ്? ബ്രേക്ക് ആർക്കുമല്ലേ? AU. ഓറ. നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വലിപ്പം എങ്ങനെ? ഫിസ്റ്റിന്റെ. അയ്യോ ചേച്ചിയുടെ ഹൃദയം ഇത്ര ഉള്ള ചേച്ചി? കണ്ട എന്നെ കുഞ്ഞു ഹൃദയാന്ന് നോക്കിയ എന്റെ നിന്നെ കാണിച്ചേ. അയ്യോ കടുക്. കുഞ്ഞിക്കാ ഹൃദയം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല്. ഇയറിന്റെ ഉള്ള അല്ല, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന. യെസ്, നാക്കില്. നോ, ഇറ്റ്സ് ഇൻ ദി ഇയർ. സ്റ്റെപ്പ് അല്ല, സിന്തറ്റിക് അല്ല. എന്നാ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പല്ലിന്റെ അതേ സ്ട്രെങ്തും അതേ ഇത് തന്നെയാണ് ഒരു ഷാർക്കിന്റെ പല്ലിന്റെ സ്ട്രെങ്ത്. കൊച്ചിന് ഒരു ചോദ്യം കൂടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് ഏതായിരുന്നു? നമ്മള് പഠിച്ചപ്പോ ടൈറ്റാനോബോവ. ഗോവയോ? ടൈറ്റാനോബോവ.
അനാകൊണ്ടല്ലേ? അല്ല, ഞങ്ങളെ സിനിമയിലൊക്കെ കാണിച്ചാനെ കൊണ്ടാണ്. എടാ ആ വർഷമല്ല അത് ഇത്. എക്സ്റ്റിങ്ക്ട് ആയി. ടൈറ്റാനെ പോലെ എക്സ്റ്റിങ്ക്ട് ആയ ഇത് ജീവിച്ചിരുന്ന സാധനങ്ങളാണ്. എർത്തിൽ ഉണ്ടായിരുന്നു, ആഹാ. ബട്ട് ഇപ്പോഴും ഉണ്ടെന്ന് ഇപ്പൊ ഇല്ല. അത് എക്സ്റ്റിങ്ക്ട്. പിള്ളേര് പറയുന്ന കേട്ടോ, കറക്റ്റ് പഠിച്ചിട്ടുണ്ട്. അല്ല എന്താ എലീന, ഇതിന് നമ്മളല്ലേ നമ്മളുടെ അച്ഛനമ്മമാര് നമ്മളോട് പറയുമ്പോ നമ്മൾ പറയും എന്താ അച്ഛ ഇതൊന്നല്ല കറക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിപ്പോ നമ്മളോട് കർത്താവേ, തള്ള വൈബ്സും തന്ന വൈബ്സും. ബ്രേക്ക് ബ്രേക്ക്, ഇനി ഒന്നും പറയാനില്ല. സ്കിബിടി അല്ലേ? Let's go for a break. കിബിഡീസ്. ഓക്കെ പൊക്കി. ഓക്കെ പൊക്കി. നമസ്കാരം. ബ്ലൂ ടോൺ ടിവിയുടെ 2075 ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കേരളത്തിലെ അവസാനത്തെ തെങ്ങും മുറിച്ചു മാറ്റപ്പെട്ടു. സ്കൂൾ വിമാനങ്ങൾ പോകുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ അവസാന തെങ്ങും മുറിച്ചു മാറ്റിയത്. തെങ്ങ് മുറിച്ചപ്പോ കിട്ടിയ ആ തേങ്ങയെടുത്ത് തേങ്ങിക്കരയുന്ന തെങ്ങുടമയ്ക്ക് 100 ബോൺസായി തെങ്ങുകൾ സർക്കാർ അനുവദിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായുള്ള ഒരു വാർത്തയാണ്. സ്വന്തം പിതാവിന്റെ മരണ വാർത്തയറിഞ്ഞ മകൻ കാണാനെത്തി. ഏകദേശം 10 സെക്കൻഡുകൾ അദ്ദേഹം അച്ഛന്റെ ഡിലീറ്റ് കർമ്മത്തിൽ സാക്ഷിയായി. ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിയ നിമിഷങ്ങൾ എന്നായിരുന്നു ആ നിമിഷത്തെ സാംസ്കാരിക നായകന്മാർ വിലയിരുത്തിയത്. വ്യാജ ഓക്സിജൻ വിൽക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വ്യാജ ഓക്സിജൻ വിറ്റ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകരയിൽ അയൽപക്കക്കാർ തമ്മിൽ അടി. അയൽവാസിയുടെ പറമ്പിൽ കയറി ഓക്സിജൻ ശ്വസിച്ചു മടങ്ങിയ ആളെയാണ് വീട്ടുകാർ മർദ്ദിച്ചത്. ഇപ്പോൾ 2 ആളും ഓക്സിജൻ കിട്ടാതെ വെന്റിലേറ്ററിൽ അഡ്മിറ്റാണ്. അതും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 1550 നിലയിൽ. സംസ്ഥാനത്തെ ഇന്ന് ഓക്സിജന്റെ അളവുകൾ: കാസർഗോഡ് 70%, എറണാകുളം 30%, തിരുവനന്തപുരം 50%. പ്രത്യേക ശ്രദ്ധയ്ക്ക് എറണാകുളത്തുള്ളവരെ ഒന്ന് സൂക്ഷിക്കുക നല്ലതാണ്. അവിടെ 30% ഉള്ളൂ. ഈ വലിവിന്റെ അസുഖമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക, എറണാകുളത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ഓക്സിജൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിക്കും അല്പം ഓക്സിജൻ വേണമെന്ന് തോന്നുന്നു. നാടൻ ഓക്സിജൻ 120 രൂപയ്ക്കും മറുനാടൻ ഓക്സിജൻ 90 രൂപയ്ക്കും. ഇന്ന് ചൈന ഓക്സിജൻ വിപണിയിൽ ഉണ്ടെങ്കിലും ഗ്യാരണ്ടിയില്ല. അത് വലിച്ചു കയറ്റുന്നവനും വിൽക്കുന്നവനും ഒരു ഗ്യാരണ്ടിയില്ല. അപ്പൊ ചൈനയുടെ സാധനം മേടിക്കുന്നവരൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത: ഒരു യുവതി സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ റോബോട്ടുമായി ഒളിച്ചോടി. യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ വൈറൽ കട്ട് നമുക്കൊന്ന് കണ്ടുവരാം. ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെന്റെ ചേച്ചിന്റെ ഭർത്താവാണ്. എന്റെ റോബോട്ടേട്ടനാണ്. റോബോട്ടേട്ടൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. റോബോട്ടേട്ടൻ അതുപോലെ തന്നെയാണ്, ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നേരെ ഏതെങ്കിലും ചൊവ്വയിലോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോ പോയി ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങൾ ആരും അന്വേഷിക്കരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്തോണ്ടാണ്. ഞാനൊരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെ എടുത്തില്ല. എന്റെ ഭാര്യയുടെ അനിയത്തി തന്നെയാണ്. അപ്പൊ അതൊരു തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. പിന്നെ ഞാൻ വന്നിട്ട് 2-3 പേരെയും കൂടി എടുക്കാനുണ്ട്. മാമിയില്ലേ, മാമിയുടെ 2 മക്കളെയും കൂടി. അങ്ങനെ 2 പേരെയും കൂടി എടുത്തിട്ട് ഞാൻ വരും, ഉറപ്പായിട്ട് വരും. ദയവ് ചെയ്ത് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഉമ്മ വെച്ച് ജീവിച്ചോട്ടെ. കട്ട് ചെയ്തിട്ട് എന്താല്ലേ, നല്ല രസമുണ്ടല്ലേ സംഭവ വികാസങ്ങൾ. എറണാകുളത്ത് റോബോട്ടിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണ അന്ത്യം. റോബോട്ടിന്റെ ബാറ്ററിയുടെ വയറിൽ നിന്നും ഷോക്കേറ്റാണ് യുവാവ് മരിച്ചത്. യുവാവിന്റെ സംസ്കാരം, ക്ഷമിക്കണം, സംസ്കാരമില്ലാത്ത ഇവനൊക്കെ എന്ത് സംസ്കാരമല്ലേ, അത് വിട്ടുകളാ. മറ്റൊരു വാർത്തയിലേക്ക്. ചൈനയിൽ വൈറസുകൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ പിറന്ന പുതിയ തരം വൈറസ് എവിടേക്ക് പോയി എന്നറിയാതെ ശാസ്ത്രലോകം വിഷമിച്ചു നിൽക്കുകയാണ്, ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം 2075 3 വീട്ടുകാർ ചേർന്ന് ഓണം ആഘോഷിച്ചു. പാരമ്പര്യ തനിമ ഒട്ടും ചോർന്നു പോകാതെ 3 വീട്ടുകാരും
ഓണത്തല്ലിലാണ് പരിപാടി അവസാനിപ്പിച്ചത്. 5000 റോബോട്ടുകളെ അണിനിരത്തി കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിയിൽ വൻ തട്ടിപ്പ്. 3000 രൂപയുടെ ബാറ്ററി 30,000 രൂപയ്ക്കാണ് റോബോട്ടുകൾക്ക് വിറ്റത്. വൻ വിവാദമായതിനെ തുടർന്ന് സംഘാടകർ ശനിഗ്രഹത്തിലേക്ക് മുങ്ങി എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. കൗതുക വാർത്തയാണ്. നമുക്ക് കൗതുക വാർത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, അല്ലേ? സ്വാഭാവികമാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കൗതുക വാർത്തയാണ്. ജയിലിലേക്ക് ചാടാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. ജയിലിലേക്ക്. വളരെ കൗതുകം തോന്നുന്നില്ലേ? കാരണം മറ്റൊന്നുമല്ല, ജോലിയൊന്നും ചെയ്യാതെ 4 നേരം മൃഷ്ടാന്നം സമൃദ്ധമായ ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ജയിലിനകത്തേക്ക് ചാടിയെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ. സഹാറ മരുഭൂമിയിലെ അവസാന ലോഡ് മണലും കടത്തി ഭൂമിയിലെ മണൽ തീർന്നതിനാൽ നൂറ്റാണ്ടുകളായി നിലനിരുന്ന മണൽ മാഫിയ എന്ന പദം നാമാവശേഷമായിരിക്കും. ഇന്ന് രാവിലെ കാക്കനാട്ടിൽ നിന്ന് 2 കാക്കയെ കണ്ടെത്തി. പാലാരിവട്ടം ഭാഗത്തേക്ക് പറന്നു പോകുന്ന കാക്കകൾ ആകാശത്ത് കൗതുക കാഴ്ചയായി മാറി. കാക്കയൊക്കെ കണ്ട കാലം മറന്നു. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള വധൂവരന്മാരെ നിർമ്മിച്ചു നൽകുന്ന AI മാട്രിമോണിയ വൻ തിരക്കനുഭവപ്പെട്ടു. ഈ AI വധുവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ നാക്ക് മുറിച്ചു കളഞ്ഞതാണ്. ഇത് വലിയൊരു പ്രത്യേകത. കേരളത്തിൽ വൻ തട്ടിപ്പ്. പകുതി വിലയ്ക്ക് വിമാനങ്ങൾ വിൽക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. വിമാനങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങിയവർക്കും എതിരെ നടപടി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സ്കൂട്ടർ പകുതി വിലയ്ക്ക് വിറ്റ്. ഓർമ്മയുണ്ടോ? ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥിയെ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് പ്രധാന അധ്യാപകനെ സ്കൂളിൽ നിന്നും ഇറക്കിവിട്ട് വിദ്യാർത്ഥികൾ. വരുമ്പോൾ അച്ഛനെയും കൂട്ടി വരണമെന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരോട് ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ് നടൻ വിജയുടെ മകനെ കാണാൻ കണ്ണപ്പൻ റോബോട്ട് കാൽനടയായി തമിഴ്നാട്ടിലേക്ക് യാത്ര തുടരുന്നു. ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് 20K കിലോമീറ്റർ കാൽനടയായി കണ്ണപ്പൻ റോബോട്ട് യാത്ര തിരിച്ചത്. സിനിമാ വാർത്തകൾ. സിനിമാ നിർമ്മാതാക്കൾ സമരത്തിലേക്ക്. റോബോട്ടുകളെ വെച്ച് നിർമ്മിക്കുന്ന സിനിമകൾ പ്രതിസന്ധിയിലാണെന്നും റോബോട്ടുകൾ പ്രതിഫലം കുറയ്ക്കണമെന്നും AKRFPA ആൾ കേരള റോബോട്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ പ്രത്യേക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത. പ്രശസ്ത സിനിമാ താരം കുട്ടിയാകിൽ അഭിനയം നിർത്തുന്നു. സ്വന്തമായി OTT പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനാലാണ് അദ്ദേഹം അഭിനയം നിർത്തിയത്. ഒഴിവ് സമയങ്ങളിൽ പഴയകാല ചലച്ചിത്ര താരം ബിന്ദു പണിക്കറിന്റെ വ്യത്യസ്തമായ സൗണ്ടുകൾ ചെയ്യുമെന്നും അദ്ദേഹം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. അതെങ്ങനെ അവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഈ വർഷത്തെ അമ്മ 2075 ഷോയ്ക്ക് താരങ്ങൾ ഒത്തുചേർന്നു. ലക്ഷ്മി, ആസിഫ് അലി, പ്രണവ് മോഹൻലാൽ, പൃഥ്വിരാജ്, നിവിൻ പോളി, മമത, മമ്മൂട്ടി. ഇത് വൈറലാണ്. ഇതോടുകൂടി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത റൗണ്ട് അപ്പിൽ കാണാം. ഗുഡ് ബൈ.
ഹലോ, ഫേമസ് സയന്റിസ്റ്റ് ഡോക്ടർ കുൽക്കർണി പറയൂ. ഞാൻ എന്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണെന്നോ? ഈ കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചത്. ഞാൻ ഈ മനുഷ്യനിൽ നിന്ന് കുരങ്ങനെ എങ്ങനെ രൂപാന്തരം പ്രാപിക്കാന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അല്ല വിളിക്കുന്ന ആളുടെ പേര് പറയൂ. റോങ് നമ്പറാ. റോങ് നമ്പർ ആണെങ്കിലും അവന് കണ്ടന്റ് മനസ്സിലായി. ഈ ഇത് ഞാൻ പിടിച്ച് കയറിക്കോളാം. പരീക്ഷണം പകുതിക്ക് വൈകിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. യുറീക്ക! 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 സാറേ എന്ത് കണ്ടുപിടിച്ചു? ആര് കണ്ടുപിടിച്ച്? സാറല്ലേ ഇപ്പൊ യൂറിക്ക യൂറിക്ക എന്ന് വിളിച്ചത്? ഞാൻ യൂറിക്ക വിളിച്ചല്ല, എന്റെ കാലിലെ യൂറിക് ആസിഡ് കൂടി കാലൊക്കെ ഭയങ്കര പിരിപിരിപ്പ് നടക്കാൻ വയ്യ. അതാ കിടന്ന് വിളിച്ചത്. യുറീക്ക! യുറീക്ക! അയ്യോ സാറേ, യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ അത് ഡോക്ടറിനെ കൊണ്ടുവന്ന് കുറയ്ക്കണം. ഞാനെന്തിനു കൊടുക്കണം? ഇതൊരു പരീക്ഷണശാലയാണ്, ഇവിടെ ആസിഡാണ് ആവശ്യം. പിന്നെ കൊണ്ട് കുറയ്ക്കാം. ഹലോ ക്രിസ്റ്റി, എന്റെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ജസ് എവിടെ പോയി? രാവിലെ മുതലേ എന്തോ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം നടക്കുന്നത്. വെരി ഗുഡ്. എന്നിട്ട് എവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? വരുന്നല്ലോ. ഇല്ല, ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആണ്. ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ കണ്ടുപിടിച്ചിരിക്കും. ജസ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യഗ്രത കാട്ടുന്നത്? ഞാൻ ഇന്നലെ വെള്ളം അടിച്ചോണ്ട് ഇവിടെ 2000 രൂപ എവിടെ കൊണ്ടുപോയി എവിടെയൊന്നും ഒരു പിടുത്തല്ലോ. ഉച്ചയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഗ്ലൗസ് എടുക്കൂ. ഗ്ലൗസ് എടുത്തോളൂ. പെട്ടെന്നാവട്ടെ. എടുക്കൂ. ഞാൻ അടുത്തോട്ട് വരൂ. എന്താണ് സാർ? ഗ്ലൗസ് ഇട്ട് അടിച്ചത് എന്തിനാ സാർ? ചില വൃത്തിയുടെ സാധനങ്ങൾ ഗ്ലൗസ് ഇട്ട് അടിക്കണം, അല്ലെ കൈ നാറും. ഞാൻ വൃത്തിയിട്ടോന്നല്ലേ? ഞാൻ വൃത്തിയായിട്ടോ. അല്ല, നിങ്ങൾ ഇത്രയും പറയാൻ വേണ്ടി നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഒരു മുതിർന്ന ശാസ്ത്രജ്ഞനോട് കണ്ടോ അയർക്കുന്നുണ്ടോ? എടാ, ഞാൻ ചെറുപ്പം മുതലേ ഓരോ കണ്ടുപിടിച്ചാണ് ശാസ്ത്ര രംഗത്തേക്ക് കടന്നു വന്നത്. ചെറുപ്പം മുതല്? ചെറുപ്പത്തിൽ എന്ത് കണ്ടുപിടിച്ചു? ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്റെ അളിയനെയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള രമണിയുടെ വീട്ടിലെ കട്ടിന്റെ അടിയുന്ന അടിയെന്നെ കുറെ ഇടിച്ചെങ്കിലും അന്ന് അടിയന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും കണ്ടുപിടിക്കാത്ത നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചത്? എനിക്ക് മനസ്സിലായി, എന്നിൽ എവിടെയോ ഒരു ശാസ്ത്രജ്ഞ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സാറേ, ഈ മാമന്മാരൊക്കെ ആര് സാറേ? എന്താണ് ജിസ് ഈ കുട്ടി പറയുന്നത്? ഇതൊക്കെ വലിയ വലിയ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ മാമന്മാരാ. ഞാൻ വിശദീകരിച്ചു തരാം. ഇതാരെന്നറിയോ അതിരിക്കുന്നത്? ഇത് ബൾബ് കണ്ടുപിടിച്ച എഡിസൺ. ആ ഇരിക്കുന്നത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സൗരമാൻ. അത് റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി. സാറേ, അതിനപ്പുറത്തിരിക്കണ ആര് സാറേ? അപ്പുറത്തിരിക്കുന്നത് നീ എന്നെയാണ് അവിടെ ഫോട്ടോ കൊണ്ട് വെച്ചത്. ആയിരിക്കുന്ന ആര്? അത് മറ്റേ ചേച്ചിയുടെ ആൽബത്തിൽ ഇടുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ലുക്ക് ഉണ്ട്. ഞാൻ ഉദ്രവല്ലാത്ത ആളല്ലേ, അവിടെ ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ശാസ്ത്രജ്ഞമാരാക്കാൻ വേണ്ടി നടക്കുന്നത്. എന്തൊക്കെ എടുത്ത് അവിടെ വെക്കൂ. ഞാൻ ഒരാഴ്ച പാടുപെട്ട് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണത്. മനസ്സിലായില്ലേ? ഇതാണ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോ ഈ ഗ്യാസ് ആരുടെ മുഖത്ത് തളിച്ചു കഴിഞ്ഞാൽ അവർ ചിരിച്ചോണ്ടിരിക്കും. ആണല്ലേ? ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ഇത് ഞാൻ കുറച്ച് മെംക്രിക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ചാണ്. അവര് പറയുന്ന കണ്ടന്റ് ആരും ചിരിക്കുന്നില്ല. മത്സരത്തിന് പോയ ജഡ്ജസ് ഇങ്ങനെ ബൊമ്മയെ പോലെ ഇരിക്കുന്നൊക്കെ പറയും. ഇത് തളിച്ചിട്ട് ഇവര് വെടിവെച്ച് കഴിഞ്ഞാല് അവര് കമാന്ന് തിരിച്ചോളൂ. ഇത് കുറെ ചെലവായിരിക്കും. ഈ പരീക്ഷയുടെ സാധനം ഒന്നും എടുത്തോണ്ട് പോരുത്. അയ്യോ സാറേ, ഞാൻ ഇവിടുന്ന് എടുത്തതല്ല. ഞങ്ങക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ എന്റെ അമ്മയ്ക്കും സഹോദരിക്കും കുറച്ച് ഡ്രസ് എടുത്തതാ. ഈ പ്രായത്തിൽ കുട്ടി പറയുന്നത് കേട്ടോ, കല്യാണം ചടങ്ങ് അങ്ങനൊന്നും ചെയ്യരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനിയത്തിക്ക് മെടി, എനിക്ക് ചുരിദാർ. അനിയത്തിക്ക് മെടി, എനിക്ക് ചുരിദാർ. അതല്ല പറഞ്ഞത്. നിനക്ക് എന്തോന്നാണ്? എനിക്ക് ചുരിദാർ. അനിയത്തിക്ക് എന്താണ്? മെടി. പുള്ളിക്ക് ഒരു ബെർമുഡെങ്കിലും മാറ്റി കൊടുക്കേണ്ടത്. അതാണ് ചൂടായത്. അതല്ല, ആർക്കമഡീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായത്തിൽ ശാസ്ത്രജ്ഞനായിരുന്നു. നിങ്ങളുടെ പ്രായത്തിൽ ആർക്കമഡീസ് ഒരു മാത്തമാറ്റിക്സിന്റെ പിതാവായിരുന്നു. അറിയോ? ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഉടൻ തന്നെ കെമിസ്ട്രിയുടെ പിതാവാകും. അതെങ്ങനെ? ഞാൻ ഒരു കല്യാണം കഴിക്കും, എന്റെ മൂത്ത മോന് കെമിസ്ട്രി എന്ന് പേരിടും. അപ്പൊ ഞാൻ കെമിസ്ട്രിയുടെ പിതാവായി. ചിരിക്കണില്ലേ? സാറും ചിരിക്കില്ല, പുഴുത്താ. എന്തിനാണ് ലാഫിംഗ് ഗ്യാസ് ഇരിക്കുകയല്ലേ എന്ന് ചിരിപ്പിച്ചിട്ട് എന്നെ കാര്യം. ഇത് തളിച്ചിട്ട് എനിക്ക് ചിരി വന്നില്ല, പിന്നെ സാർ എന്തിനാ ഇങ്ങനെ നടന്ന് ചിരി? ഈ ലാഫിംഗ് ഗ്യാസ് ഞാനല്ലേ കണ്ടുപിടിച്ചത്. ഞാൻ ചിരിച്ചില്ല, ഞാൻ ചമ്മിപ്പോവും. അതുകൊണ്ട് ഞാൻ ഞാൻ ഇവിടെ ചിരിച്ചോണ്ടിരിക്കല്ലോ. വേറെ കണ്ടുപിടുത്തോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. ആരും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ഒരു നാരങ്ങ ഉള്ളെങ്കിലും പിഴിഞ്ഞിട്ടുണ്ടോ ഈ ലാബില്? ക്രിസ്റ്റി പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ദ്രാവകം ഞാൻ കഴിഞ്ഞ ആഴ്ച ഉറക്കൊച്ചിരുന്ന് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണ്. ഇത് കുടിച്ചാൽ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇത് കുടിച്ചാൽ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാം. നീ കുടിക്കണ്ട. നീ വാ തുറക്കുന്നത് കള്ളം പറയാനും കള്ളു കുടിക്കാനും അല്ലേ? ഞാൻ കുടിക്കാം സാർ. പരീക്ഷണം ആദ്യമായിട്ട് പറയണം. നോക്കിയോ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റി സത്യം മാത്രമേ പറയുള്ളൂ. 1 2 3 4 come on. പറയൂ, എന്താണ്? മണ്ണെണ്ണ. മണ്ണെണ്ണ. correct. യുറീക്ക. സത്യം പറയുന്നതിന് മണ്ണെണ്ണ പറഞ്ഞത്.
അതിനകത്ത് മണ്ണെണ്ണായിരുന്നു. അത് പെട്രോളല്ലോ ചോദിച്ചത്. സത്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉടായ്പ ഇതൊക്കെ അഴിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ വേറെ വല്ല ജോലി നോക്കാം. അങ്ങനെ പോവല്ലേ? ഞാൻ കണ്ടുപിടുത്താൻ മാത്രമല്ല എന്തുമാത്രം അത്ഭുതങ്ങൾ കാണിച്ചോണ്ട് അറിയാവോ? ആര്? ഞാൻ ഒരു അത്ഭുതം കാണിക്കാമോ മനുഷ്യ? ഒരത്ഭുതം. സത്യം പറഞ്ഞ കളിയാക്കണ ഈ മുടിയും വളർത്തിക്കൊണ്ട് ശാസ്ത്രജ്ഞനെന്ന് പറഞ്ഞു കളിയാക്കല മുതിർന്ന ശാസ്ത്രജ്ഞനെ ഞാൻ വെല്ല് വിളിക്കുന്നു. ഈ പച്ചയായ വെളിച്ചത്തിൽ ഒരത്ഭുതം ഒന്ന് കാണിക്കും. ഞാൻ 3 അത്ഭുതം കാണിക്കും. കാണിക്കണം. നല്ലെന്ന് പറയരുത്. റെഡിയാണല്ലോ? കണ്ണടച്ചോ. റെഡി 1 2 3. ആ കണ്ടു തുറന്നോ. ഇത് കണ്ട ഇന്ത്യയിലെ അത്ഭുതം. ഇത് പിടിച്ചോ. ഇത് കണ്ട ചൈനയുടെ വന്മതി. വേറെ അത്ഭുതം. ഇത് കണ്ടോ പിസാ ഗോപുരം ചരിഞ്ഞിരിക്കുന്നത്. വേറെ അത്ഭുതം. ഇതൊക്കെയാണ് അത്ഭുതം. നീ അത്ഭുതം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നെ ഭ്രാന്താന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആകെ ഇളവിരിക്കണം. നമുക്ക് വേറെ പോണേണ്ടതല്ല ചേട്ടാ. ഇങ്ങനെ കൊണ്ട് സാർ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അതിന്റെ ഒരു വ്യഗ്രതയാണ് ഞാൻ. ശാസ്ത്ര ലോകത്തിന് സംഭാവനയായിട്ട് ഞാനൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ആ മരുന്ന്? ഈ കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യ രൂപാന്തരം പ്രാപിച്ചത്. ആണോ? കുരങ്ങിൽ നിന്നാണ് മനുഷ്യ ഉണ്ടായ? കുരങ്ങിനല്ലേ മനുഷ്യ ഉണ്ടായത്? കുരങ്ങിൽ നിന്നൊന്നുമല്ല മനുഷ്യ ഉണ്ടായത്. നീ ഞാനും നയിക്കുന്ന ക്രിസ്ത്യക്കെ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്. ഞാൻ വൃത്തിയാണല്ലേ? ഞാൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അച്ഛനാണ് വന്നത്, അല്ല കുരങ്ങനല്ല വന്നത്. അത് ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞത് ആദിമകാലം മുതല്. ആദ്യകാലം. അപ്പൊ ആദ്യകാലം ഒക്കെ കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായി. സാറ് ഇപ്പൊ എന്താണ് കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടാകത്തത്? കുരങ്ങന്മാര് മനുഷ്യനായി ഒന്ന് നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല, കുരങ്ങനായിട്ട് ജീവിക്കുന്നതാണ് നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ സ്റ്റേ ഓർഡർ പിടിച്ചോലെ ഇപ്പൊ മനുഷ്യനാണ്. സംഭവം ഇയാള് പറയാൻ പറ്റുന്നില്ല. ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. ശാസ്ത്ര ലോകത്തിന് സംഭാവന എന്റെ ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. കണ്ടോ? ഈ ഇഞ്ചക്ഷൻ കണ്ടോ? ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ 1 മണിക്കൂർ നേരത്തെ കുരങ്ങനാവും. ഇത് കുരങ്ങൻ മനുഷ്യരാവും. വീണ്ടും തിരിച്ചാവും. അതെ. ഒരു ബന്ധമല്ലാതെ വേറൊരു ഇഞ്ചക്ഷൻ ഇരിക്കുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുരങ്ങനാവാൻ വേണ്ടി ഓരോ കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ. ഓരോ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഓരോ മൃഗത്തിലേക്ക് വേണം കുരങ്ങിലെത്താൻ. ഇതിപ്പോ ഏത് മൃഗം? കാള വരെ എത്തിയപ്പോഴത്തേക്ക് ഇത് പരാജയപ്പെട്ടു. അപ്പൊ ഇനി പരീക്ഷിക്കാൻ മാത്രം ആളെ കിട്ടിയാൽ മതി. അത് ജസ്റ്റ് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ജസ്റ്റിനെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ കുരങ്ങനാവാനാ? ഓ ഞാനാ? ഓ ഞാൻ കുരങ്ങനൊന്നും ആവൂല. കുരങ്ങനായി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന്. കുരങ്ങനായിട്ട് പൈസ കിട്ടിയിട്ട് എന്തിനാ? പല കപ്പലിന്റെ പഴവും കിട്ടണം. പൈസ പോട്ട് കുറച്ച് പേരെങ്കിലും കിട്ടുമല്ലോ. കുരങ്ങനായ മാക്സിമം പോയുള്ള പേര് ചിന്നൈ അല്ലെങ്കിൽ ചങ്കു. അതിനപ്പുറം ഒരു പേര് കിട്ടാൻ പോലും. എനിക്ക് കുരങ്ങനാവാൻ പയ്യ തന്നെത്താരം കൊണ്ട് സമ്മതിക്കൂല. ക്രിസ്ത്യ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് കുരങ്ങിയാവാം. അയ്യോ എനിക്ക് പറ്റൂല സാറേ, എന്റെ മുഖത്തിന് ചേരൂല. പിന്നെ ഭയങ്കര സൗന്ദര്യമുള്ള പോലെ ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യൻ ആരും കുരങ്ങനാവാൻ നിൽക്കൂല. വെളിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്, അതിനെ വേണമെങ്കിൽ കുരങ്ങനാക്കാം. നീ പശുവിനെ മരുന്ന് കുത്തിച്ചിട്ട് വേണം നാളെ പാലിന് വേണ്ടിട്ട് കുരങ്ങനെ ഞാൻ ഇരുന്ന് കറക്കല്ലേ. ആരെ കിട്ടും? കുരങ്ങനാവാൻ എന്ത് ചെയ്യും? മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ ഇപ്പോൾ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു. മാന്യനായി നടിച്ചു, മഹാനായി ഭാവിച്ചു, വഴിയുടെ മൂലക്കലിരുന്നു. അമ്മാവൻ ആദ്യമായിട്ടാ വരുന്ന പരീക്ഷണശാലയിൽ. മോനെ മരുമോനെ നീ വന്നടാ. നീ ഇവിടെ ഒരു അക്വാറിയം തുടങ്ങിയിട്ട് ഇതാണ് പരീക്ഷണശാല. പരീക്ഷശാലയോ? അമ്പളാ, നീ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചു, പക്ഷെ നീ മാമന്റെ ഫോട്ടോ വെച്ചില്ല. പറയല്ല മാമ, അതൊക്കെ വലിയ മഹാന്മാരാണ്. ഓരോരുത്തർ കണ്ടുപിടിച്ചതാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. മാമനും എന്തെങ്കിലും കണ്ടുപിടി, നമ്മൾ ഫോട്ടോ വെക്കാം. ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്തോന്നു? എന്റെ തങ്കക്കുടം പോലിരുന്ന എന്റെ പൊന്നുമോക്ക് ഈ കിഴങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ലേ. കണ്ടുപിടിച്ചെങ്കിൽ എന്ത്? അമ്മാവനൊരു ശാസ്ത്രത്തിന് മരുമായിട്ട് കിട്ടിയില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായടാ. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അമ്മാവൻ അതൊക്കെ ഒന്നിരുന്ന് നോക്കി സംഭവം ഞാൻ പറഞ്ഞുതരാം. കുരങ്ങന ഒരാള് പോരെ, പുള്ളിക്കാമ്മ പകുതി കണ്ടന്റ് മുഖത്ത് കിടപ്പുണ്ട്. കുറച്ച് പേരുന്ന് മതി കുരങ്ങനാക്കിയല്ല. സമ്മതിക്കൂല. ആര് പറഞ്ഞു സമ്മതിക്കൂല? എനിക്കറിയാം. ഞാൻ സമ്മതിപ്പിച്ചു തരാം. ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഒരു കൺവിൻസിങ് സ്റ്റാർ ആണ് ഞാൻ. ഉറപ്പായിട്ട് മാമ അവസാനം പറഞ്ഞിരിക്കും എനിക്ക് കുരങ്ങനായാതി, എനിക്ക് കുരങ്ങനായാതി മാമ പറഞ്ഞിരിക്കും. നടക്കുമെന്നാ? ഓ നല്ല ചൂട് കേട്ടോ. ഇച്ചിരി ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ തോന്നിയാ ഇതേപോലെ തന്നെ മാമ അവസാനം പറഞ്ഞിരിക്കും അയ്യോ എനിക്കൊന്ന് കുരങ്ങനാവണം. ഇപ്പൊ നോക്കിയാ മാമ ഒരു മിനിറ്റ് ഒന്ന് വരുമോ മാമ? മാമന് ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ ഉള്ളത്. ഇഷ്ടം പോലെ ജീവിതാനുഭവം. മാമ ഈ കാട്ടില് മാമന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സ്മാർട്ട് ആയിട്ടുള്ള ജീവി ആരാണ്? സിംഹം. അല്ല ചാടുന്ന ജീവി? മുയല്.
അതിനെക്കാളും ചാടുന്ന ജിറാഫ്. എടാ നീ കുരങ്ങൻ നിന്ന് കാണിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചപ്പോ കൊരങ്ങൻ. അതാ, അല്ലേ? Smart ആയിട്ടുള്ള ജീവി കൊരങ്ങനല്ലേ? പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊരങ്ങനെയാ. കറക്റ്റ് കാര്യമാണ്. എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയും പോടാ കൊരങ്ങ പോടാ കൊരങ്ങ. അത് മാത്രമല്ല, ഒരു കൊരങ്ങനെ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് ചാടാൻ വേണ്ടി എന്ത് ശുഷ്കാന്തിയാ. കേട്ടിട്ട് തന്നെ കൊതിയായിരുന്നു. എനിക്കൊക്കെ ഇപ്പഴേ കാലിൽ ലിഗമെന്റ് പോയിട്ട് നടക്കാൻ പോലും പറ്റുന്നു. ആ അതാണ് കൊരങ്ങന്മാര് വയസ്സാവൂല. ഏതെങ്കിലും ഒരു കൊരങ്ങ അതൊക്കെ പോട്ടെ. ഡൈ അടിച്ചെങ്കിലും ഒരു കൊരങ്ങനെ കണ്ടിട്ടുണ്ട്. അതാണ് കൊരങ്ങന്മാർ എപ്പോഴും സ്മാർട്ട് ആണ്. ഇത് മാത്രമല്ല, കൊരങ്ങനായി കഴിഞ്ഞാൽ വേറെ സംഭവം ഉണ്ട്. നിക്കറിടണ്ട. അത് പൊളിഞ്ഞു. ഞാൻ ഇപ്പോഴും ഇടാറില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. മാമന് മാമിയായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോയാണ്. അപ്പൊ നല്ലൊരു പെങ്കൊച്ച് അതുവഴി പോയി. നമ്മളൊന്ന് നോക്കിയ മാമി ഇങ്ങനെ ചെറുക്കിട്ട് കുത്തില്ലേ? നോക്കി അവിടെ അടിക്കും. പക്ഷെ കൊരങ്ങനായി കഴിഞ്ഞാൽ ഏത് കൊരങ്ങച്ചി വേണോ നോക്കാം. ചെലവരും കൊടുക്കണ്ട. എന്റെ ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു കൊരങ്ങനാക്കണേ. നീ ഒരു കൺവിൻസ് സാർ. സുരേഷ് കൃഷ്ണയാണ് ഞാൻ. അടുത്ത ജന്മത്തിലാക്കണത്തിന് 1 മണിക്കൂർ ഞാൻ അമ്മാവനെ കൊരങ്ങനാക്കി തരുമല്ലോ. 1 മണിക്കൂറും കൊരങ്ങനാക്കി തരും. വീണ്ടും എന്നെ മനസ്സിലാക്കുമല്ലോ. ഞാനുള്ള അറിഞ്ഞുണ്ട്. ശാസ്ത്ര ലോകമേ, നീ ചെവി കേൾക്കുക. ഈ ഡോക്ടർ കുൽക്കർണിയുടെ പുതിയ പരീക്ഷണം ഇവിടെ ആരംഭിക്കുകയാണ്. നീ എന്നെ കാക്കുക. കണ്ടുപിടിച്ചാൽ മാത്രമേ ടൈമിങ്ങിന് കയറ്റാൻ പഠിക്കണം. കൊരങ്ങനെ കണ്ടെത്തി ഞാൻ. ഇളവിയേട്ടാ ഞരമ്പിടി കയറി തോന്നുന്നു. നോക്കട്ടെ. കൊരങ്ങ മാമ, കപ്പലണ്ടി വേണോ പഴം വേണോ? കപ്പലണ്ടിയും വേണ്ട, പഴവും വേണ്ട. ഇച്ചിരി പിണ്ണാക്കും കാടിയും വൈക്കോലും തന്നാ മതി. കുത്തിയത്. അയ്യോ, ഞാൻ ഒപ്രാണത്തില് പൊളിഞ്ഞെന്ന് പറഞ്ഞില്ലേ? പകുതി വഴി നന്ദി ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിയത്. വീട്ടിൽ ശാസ്ത്ര ലോകമേ, കൊരങ്ങനാവാനുള്ള ഇഞ്ചക്ഷൻ. ഇപ്പൊ കൊരങ്ങനോ? അങ്ങോട്ട് പോയിക്കോ. കറക്റ്റായിട്ട് ഇപ്പൊ വരും. എന്ത് സാറേ? ഇപ്പൊ കയറി പറഞ്ഞോളൂ. വായിക്കോ. എന്ത്? ഹലോ, മൃഗസംരക്ഷണ വകുപ്പല്ലേ? ഒരു മിനിറ്റ്. ഹലോ ഹലോ സാറേ, നമ്മളെവിടുന്ന് ഒരു കൊരങ്ങൻ ഒരു കാള ഇറങ്ങിപ്പോയി. കാളയെ കുഴപ്പമില്ല, മാമ കാളച്ചന്തയിൽ പിടിക്കാം. കൊരങ്ങന്റെ കേസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണേ. ഓ ലാഭി. അയ്യോ, എനിക്കറിഞ്ഞൂടെ. മനസ്സമാത്രമുള്ള വല്ല വരുന്നുണ്ടോ? നമ്മൾ ഇതിന്റെ ബോർഡിന്റെ പേരെന്തേടി? അത് അഴിച്ചു മാറ്റണേ. ഇന്ന് മൃഗാശുപത്രി എഴുതടി. എന്ത് പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്, ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഇന്നലെ ഞാൻ ജനിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കോ? ഞാൻ പോലെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ ഇതുവരെ യൂണൈറ്റ് ആയിട്ടില്ല. എനിക്കത് വിചാരിച്ചു ഇങ്ങനെ. അല്ല, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സംഭവം? ഓ യെസ്. ഒന്നെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ പാസ്റ്റില് ഇന്ന വർഷം മതി, അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടാണ്, ടൈം ട്രാവൽ ഒരു ഓപ്ഷൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റും, ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകാം അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് പോകാം. എങ്കിൽ നിങ്ങൾ എവിടെ പോകും എന്നാണ് ശ്വേതാജി? തുടങ്ങിക്കോ. ഞാൻ തുടങ്ങാൻ വിചാരിക്കും. പാസ്റ്റ് ഇതാ, അതെ, എന്റെ ഇതേ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സ്കൂളിലാണെങ്കിലും കോളേജിലായപ്പോഴും ഒന്നും എൻജോയ് ചെയ്തില്ല. സോ ഐ വോണ്ട് ടു എൻജോയ് അഗൈൻ. സോ ബേസിക്കലി ഈ അറിവായിട്ട് ആ കോളേജ് ലൈഫിലേക്ക് പോവാന്നുള്ളതാണ്. അതെ, ഇതേ പേഴ്സണാലിറ്റി ആയിട്ട് വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ തകർക്കും മക്കളെ.
ആ വൈബിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണല്ലേ. ഓക്കെ, അപ്പൊ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി. ഡാനോ? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പുറകിലോട്ട് പോകാനാണ് ഇഷ്ടം. ഇത് ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിരിക്കുമെന്നൊന്നും പറയരുതേ. അങ്ങനെയല്ല, എനിക്കൊരു കാലഘട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരുപാട് ആ കാലഘട്ടത്തിലെ നോവൽസ് ഒത്തിരി വായിച്ചിട്ടുണ്ട്. 1850s ശേഷമുള്ള ഒരു പീരിയഡ് ഉണ്ട്, റീജൻസി എന്ന് പറയും. അപ്പൊ റീജൻസി നോവൽസ് ഒക്കെ ഞാൻ ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു പണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു പുസ്തകം അപ്പൊ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അതിൽ വല്ല ഭയങ്കര വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കും ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ രീതികളൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാനും ആ ക്യാരക്ടറിൽ ഒരാളായി മാറാറുണ്ട്. ഏത് ചേഷ്ടയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു സംശയം, ഇവള് ഇല്യൂമിനാറ്റി വല്ലോണോ? എനിക്ക് ഡൗട്ട് ഉണ്ട് ചില സമയത്ത്. നമ്മള് വിളിക്കുമ്പോ എടുക്കാറില്ല. നമ്മുടെ വാട്സാപ്പിനൊന്നും ആകെ ഷൂട്ടിന് മാത്രമേ നോർമൽ ആൾക്കാർ വായിക്കുന്ന ഒരു പുസ്തകം ഇവള് വായിച്ചിട്ടില്ല. ഇവള് വായിച്ച പുസ്തകങ്ങൾ നമ്മളും വായിച്ചിട്ടില്ല. എനിക്ക് ആ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ. ശ്രീവിദ്യ? ഞാൻ പാസ്റ്റിൽ പോകുന്ന പറഞ്ഞാൽ എപ്പോ പോകുന്നറിയോ? എന്നെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോ ഒരു ഇങ്ങനെ ആയിരിക്കണം സ്വഭാവം എന്നൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സമയത്തേക്ക് ഞാൻ പോകും. എന്നിട്ട് എന്റെ മടി കുറച്ച് കുറയ്ക്കും. പിന്നെ അച്ഛന് വല്ല ബിസിനസ്സോ അതൊക്കെ കൊടുക്കാൻ പറയും. അമ്മേനെ ജില്ലാ കളക്ടർ ആക്കാൻ പറയും. അതായത് എനിക്ക് പണിയെടുക്കാണ്ട് ജീവിക്കണം. എന്നിട്ട് എന്നെ ഭൂമിയിലേക്ക് അയക്കാൻ പറയും. അതൊക്കെ ശരിയാണ്. എന്നിട്ട് അവരുടെ പൈസക്ക് ജീവിക്കണം എന്നാ പറഞ്ഞത്. അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഇതിന് മടി കളയുന്നേ? അല്ല, ഇത് ചെലവാക്കണ്ടേ? അതിന്റെ മടി. അതിനെന്തൊക്കെ ചെയ്യാനുണ്ട്? എന്നാലും ബുദ്ധി ചോദിക്കരുത് കേട്ടോ. ഇത് റിയൽ ലൈഫിലെ വല്ലതാ. ഇതിപ്പോ നമ്മള് തമാശക്ക് പറയുന്നതാണ്, പക്ഷെ റിയൽ ലൈഫിൽ വല്ലതും ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ ഇവളാ നാട് നശിപ്പിച്ചേട്ടോ. തീരെ തന്നെ ഇവള് പറഞ്ഞനുസരിച്ചിട്ട്. അഖിലിന്റെ കഥ നമുക്ക് കേൾക്കാം. അഖിൽ ടൈം ട്രാവൽ ചെയ്ത് എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിസ്റ്റിക് ആണോ പാസ്റ്റിലേക്കാണോ? ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ അച്ഛനല്ലേ, ആനക്കാട്ടിൽ ഈപ്പച്ചൻ സ്കൂളിൽ പോവാത്ത പുള്ളി സ്കൂളിൽ പോകാത്ത ആ കാലഘട്ടത്തിൽ പോയി പുള്ളി സ്കൂളിൽ പറഞ്ഞു വിടണം. അതെ, നേരെ തിരുവേരി ഈപ്പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ട് ആ ഡയലോഗ് എന്നിട്ട് മാറ്റി ഒരു സിനിമ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ ദാരിദ്ര്യം മാറ്റിയിട്ട് ആനക്കാട്ടിൽ ഈപ്പച്ചന് ഞാൻ അവിടെ സ്കൂളിൽ പറഞ്ഞു വിടും. നോവി ചേട്ടാ? ഞാൻ ബാക്കിലേക്ക് സഞ്ചരിക്കും. ഏത് കാലഘട്ടം? 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ 3 സാധനം കൊണ്ടുപോകും. ഒന്ന് ഇച്ചിരി കറുത്ത തുണി, ഒരു സൂചിയും നൂലും, എന്റെ നിക്കറങ്ങ് തയ്ക്കും. ബാക്കിൽ പൊക്കാതെ കൈ വീശിയിരിക്കുന്ന നട. എന്നിട്ട് പോക്കറ്റിൽ നിറച്ച് മിച്ചറും മാരിയിടും. ശരിയാണ്. നമുക്ക് എന്തായാലും ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി പോകാൻ പറ്റില്ല. പക്ഷെ എങ്ങാനും ഇനി ഒരു ടൈം ട്രാവലിംഗ് ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ടൈം ട്രാവൽ കിട്ടിയ എന്താ ഈ പറഞ്ഞാല് എന്റെ സ്കൂൾ ടൈം സുഖമല്ലായിരുന്നോ? വെറുതെ പ്രോഗ്രാം ചെയ്യാ, തിരിച്ചു വരാം, അമ്മയും അപ്പനും ഫുൾ ടൈം നോക്കുന്നു, ഫുൾ എൻജോയ് ചെയ്ത് നടക്കുന്നു. ബട്ട് ഐ തിങ്ക് എനിക്ക് ബാംഗ്ലൂരും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അപ്പനും അമ്മയും ബാംഗ്ലൂരും, റോഹിത്തും ഫ്രണ്ട്സും ലൈൻ അടിച്ച് നടക്കുന്ന ഒരു സമയം. പിന്നെ പോയിട്ട് എന്ത് ചെയ്യും? പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് അടിച്ചു പൊളിച്ച പോലെ തന്നെ കുറച്ചുകൂടെ പേടി ഇല്ലാണ്ട് അടിച്ചു പൊളിക്കും. ശരി, അപ്പൊ ഇതൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് ടൈം ട്രാവലിംഗ് ഓപ്ഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിത്ത് ദിസ് നമുക്കിപ്പോഴേ ക്ലോക്ക് കറക്റ്റ് ട്രാവൽ ചെയ്ത് എത്തിയിട്ടുണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ളത്. പോണ്ടേ? അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. ഗുഡ് ബൈ.